നമുക്കിനി നോക്കാനുള്ളത് ഗ്യാസ് ക്രൊമാറ്റോഗ്രഫിയാണ്. ഗ്യാസ് ക്രൊമാറ്റോഗ്രഫി എന്ന് പറയുമ്പം നമ്മുടെ മൂവിങ് ഗ്യാസ് ഫേസ് ഒരു സ്റ്റേഷനറി അഡ്സോർബൻറ്റിൻ്റെ മുകളിൽ കൂടെ നമ്മൾ പാസ് ചെയ്യുന്നത്. ഗ്യാസ് ക്രൊമാറ്റോഗ്രഫിക്കകത്ത് മൂവിങ് ഗ്യാസ് ഒരു സ്റ്റേഷനറി അഡ്സോർബൻറ്റിൻ്റെ മുകളിൽ കൂടെ പാസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ സ്റ്റേഷനറി അഡ്സോർബൻ്റ് അല്ലെ സ്റ്റേഷനറി ഫേസ് എന്ന് പറയുന്നത് ലിക്വിഡുമാകാം സോളിഡുമാകാം. ഓർത്തിരിക്കുക, ഗ്യാസ് ക്രൊമാറ്റോഗ്രഫിയിൽ സ്റ്റേഷനറി ഫേസ് ലിക്വിഡുമാകാം സോളിഡുമാകാം. ഇനി ഗ്യാസ് സോളിഡ് ക്രൊമാറ്റോഗ്രഫി ഉണ്ട്, ഗ്യാസ് ലിക്വിഡ് ക്രൊമാറ്റോഗ്രഫിയും ഉണ്ട്. അഡ്സോർപ്ഷൻ പ്രോസസ്സ് ആണ് നടക്കുന്നതെങ്കിൽ അത് ഗ്യാസ് സോളിഡ് ക്രൊമാറ്റോഗ്രഫി ആയിരിക്കും. അഡ്സോർപ്ഷൻ ആണ് നടക്കുന്ന പ്രോസസ്സ് എങ്കിൽ ഗ്യാസ് സോളിഡ് ക്രൊമാറ്റോഗ്രഫി ആയിരിക്കും. പാർട്ടീഷൻ ആണ് നടക്കുന്നതെങ്കിൽ അത് ഗ്യാസ് ലിക്വിഡ് ക്രൊമാറ്റോഗ്രഫിയും ആയിരിക്കും. അപ്പം എന്താ നമ്മൾ പറഞ്ഞേ? ഗ്യാസ് ക്രൊമാറ്റോഗ്രഫി പറഞ്ഞു. ഗ്യാസ് ക്രൊമാറ്റോഗ്രഫിക്കകത്ത് ഒരു മൂവിങ് കാരിയർ ഗ്യാസ് ഒരു സ്റ്റേഷനറി അഡ്സോർബൻറ്റിൻ്റെ മുകളിൽ കൂടെ പാസ് ചെയ്യുവാന്ന് പറഞ്ഞു. അഡ്സോർപ്ഷൻ ആണ് നടക്കുന്നതെങ്കിൽ അത് ഗ്യാസ് സോളിഡ് ക്രൊമാറ്റോഗ്രഫിയാണ്. അതുപോലെ പാർട്ടീഷൻ ആണ് നടക്കുന്നതെങ്കിൽ അത് ഗ്യാസ് ലിക്വിഡ് ക്രൊമാറ്റോഗ്രഫിയാണെന്ന് പറഞ്ഞു. സോ ഇവിടെ സ്റ്റേഷനറി ഫേസ് എന്ന് പറയുന്നത് സോളിഡും ആവാം ലിക്വിഡും ആവാം. സ്റ്റേഷനറി ഫേസ് ഏതൊക്കെ ആവാം? സോളിഡും ആവാം ലിക്വിഡും ആവാം. ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഗ്യാസ് സോളിഡ് ക്രൊമാറ്റോഗ്രഫിയാണെന്ന് വിചാരിക്കുക. ഗ്യാസ് സോളിഡ് ക്രൊമാറ്റോഗ്രഫിക്കകത്ത് നമ്മൾ കോളം ഫില്ല് ചെയ്യുന്നത് എന്നാ വെച്ചിട്ടാണ്? നമുക്കറിയാം ക്രൊമാറ്റോഗ്രഫിക്കകത്തൊരു കോളമുണ്ട്, സ്റ്റേഷനറി കോളം. ഈ കോളം ഫില്ല് ചെയ്യുന്നത് എന്നാ വെച്ചിട്ടാണ്? ഗ്യാസ് സോളിഡ് ക്രൊമാറ്റോഗ്രഫി ആണെങ്കിൽ ആക്റ്റീവ് സോളിഡ് സ്റ്റേഷനറി ഫേസ് വെച്ചിട്ടാണ് കോളം ഫില്ല് ചെയ്യുന്നത്. ആക്റ്റീവ് സോളിഡ് സ്റ്റേഷനറി ഫേസ് വെച്ചിട്ടാണ് കോളം ഫില്ല് ചെയ്യുന്നത്. ഇവിടെ എന്നൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ആക്ടിവേറ്റഡ് കാർബണോ സിലിക്ക ഗ്യാസോ അലുമിനിയോ യൂസ് ചെയ്യാം. നമ്മുടെ കോളം ഫില്ല് ചെയ്യാനായിട്ട് ആക്റ്റീവ് സോളിഡ് ആയിട്ടുള്ള ആക്ടിവേറ്റഡ് കാർബണോ സിലിക്ക ഗ്യാസ് അല്ലെ അലുമിന ഇതിലേതെങ്കിലും യൂസ് ചെയ്യാം. ആക്ടിവേറ്റഡ് കാർബൺ, സിലിക്ക ഗ്യാസ്, അലുമിന ഇതിലേതെങ്കിലും നമ്മുടെ കോളം ഫില്ല് ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാം. ഈ കോളം നമ്മൾ ഫില്ല് ചെയ്യുന്നു. എന്നിട്ട് എന്നാ ചെയ്യും? നമുക്കൊരു മൂവിങ് കാരിയർ ഗ്യാസ് ഉണ്ട്. മൂവിങ് കാരിയർ ഗ്യാസ് എന്ന് പറയുമ്പം ഇനേർട്ടായിട്ടുള്ള ഏതെങ്കിലും ഗ്യാസ്, നൈട്രജൻ, ഹീലിയം, ഹൈഡ്രജൻ, ആർഗോൺ, ഇങ്ങനെ ഏതെങ്കിലും ഒരു ഗ്യാസ് എടുക്കുക. നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ട മിക്സ്ചർ നമ്മൾ ഈ മൂവിങ് കാരിയർ ഗ്യാസിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പം സെപ്പറേറ്റ് ചെയ്യേണ്ട മിക്സ്ചർ ഈ മൂവിങ് കാരിയർ ഗ്യാസിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. എന്നിട്ട് ഈ മിക്സ്ചറിനെ നമ്മൾ കോളത്തിൽ കൂടെ പാസ് ചെയ്യും. കോളത്തിൽ കൂടെ പാസ് ചെയ്യുമ്പം അഡ്സോർപ്ഷനിലുള്ള വ്യത്യാസം കൊണ്ട് പല കോമ്പോണൻസിൻ്റെയും അഡ്സോർപ്ഷൻ ഡിഫറൻ്റ് ആയിരിക്കും. അഡ്സോർപ്ഷനിലുള്ള ഡിഫറൻസ് കൊണ്ട് കോമ്പോണൻസ് സെപ്പറേറ്റ് ആവും. സോ ഗ്യാസ് സോളിഡ് ക്രൊമാറ്റോഗ്രഫിയിൽ അഡ്സോർപ്ഷൻ ഡിഫറൻസ് കൊണ്ടാണ് കോമ്പോണൻസ് സെപ്പറേറ്റ് ആവുന്നത് എന്ന് ഓർത്തിരിക്കാം. അടുത്തത് നമ്മൾ പറയുന്നത് ഗ്യാസ് ലിക്വിഡ് ക്രൊമാറ്റോഗ്രഫിയാണ്. ഗ്യാസ് ലിക്വിഡ് ക്രൊമാറ്റോഗ്രഫിയിലും നമ്മൾ കോളം ഫില്ല് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ് നോക്കാം. അപ്പോൾ നമ്മുടെ കോളമുണ്ട്, കോളമാണ് സ്റ്റേഷനറി ഫേസ് ആക്ച്വലി. അപ്പോൾ കോളം എന്ത് വെച്ചിട്ടാണ് ഫില്ല് ചെയ്യുന്നത്? നമ്മൾ കോളത്തിനകത്ത് ഒരു പോറസ് മെറ്റീരിയൽ, അത് പോറസ് ലിക്വിഡും ആവാം, അല്ല ഗ്ലാസ് ബീഡ്സ്, ഗ്രൗണ്ട് ഫയർ ബ്രിക്സ് പോലെയുള്ള പോറസ് മെറ്റീരിയലും ആവാം. അപ്പോൾ നമ്മൾ കോളത്തിനകത്ത് ലാർജ് സർഫസ് ഏരിയ കിട്ടാൻ വേണ്ടിയാണ് ഈ പോറസ് മെറ്റീരിയൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു പോറസ് മെറ്റീരിയൽ നമ്മൾ ഫില്ല് ചെയ്യുക, കോളത്തിനകത്ത് പോറസ് മെറ്റീരിയൽ ഫില്ല് ചെയ്യുക. അത് പോറസ് ലിക്വിഡും ആവാം പോറസ് മെറ്റീരിയൽസും ആവാം, അതായത് ഗ്ലാസ് ബീഡ്സോ ഗ്രൗണ്ട് ഫയർ ബ്രിക്സോ അങ്ങനെ എന്തെങ്കിലും ആവാം. അപ്പോൾ കോളത്തിനകത്ത് ഈ പോറസ് മെറ്റീരിയൽ ഫില്ല് ചെയ്തിട്ട് അതിനകത്തേക്ക് നമ്മൾ നോൺ വോളറ്റൈൽ ലിക്വിഡ് ഫില്ല് ചെയ്യും. ഈ പോറസ് മെറ്റീരിയൽ ഇട്ട കോളത്തിനകത്ത് നോൺ വോളറ്റൈൽ ലിക്വിഡ് നമ്മൾ ഫില്ല് ചെയ്യും. നോൺ വോളറ്റൈൽ ലിക്വിഡ്സിന് എക്സാമ്പിളാണ് സിലിക്കൺ ഓയിൽ, പോളിയെത്തിലീൻ ഗ്ലൈക്കോൾ, എപ്പിസൺ ഓയിൽ, ഗ്രീസ്. ഇതൊക്കെ നോൺ വോളറ്റൈൽ ലിക്വിഡ്സിന് എക്സാമ്പിളാണ്. ഏതൊക്കെയാണ്? സിലിക്കൺ ഓയിൽ, പോളിയെത്തിലീൻ ഗ്ലൈക്കോൾ, എപ്പിസൺ ഓയിൽ, ഗ്രീസ്. ഇതൊക്കെ നോൺ വോളറ്റൈൽ ലിക്വിഡ്സിന് എക്സാമ്പിളാണ്. സോ ഗ്യാസ് ലിക്വിഡ് ക്രൊമാറ്റോഗ്രഫിക്കകത്തെ കോളം എന്താണ്? ഒരു പോറസ് മെറ്റീരിയലും ഉണ്ട്, അതുപോലെ ഇറ്റ് ഈസ് ഫിൽഡ് വിത്ത് എ നോൺ വോളറ്റൈൽ ലിക്വിഡ്. ഇതാണ് അവിടുത്തെ സ്റ്റേഷനറി ഫേസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്നാ ചെയ്യും? ഇവിടെയും നമുക്ക് മൂവിങ് കാരിയർ ഗ്യാസ് ഉണ്ട്. മൂവിങ് കാരിയർ ഗ്യാസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? നൈട്രജൻ, ആർഗോൺ, ഹീലിയം അല്ലെ ഹൈഡ്രജൻ, ഇങ്ങനെ ഏതെങ്കിലുമുള്ള മൂവിങ് കാരിയർ ഗ്യാസ് എടുക്കുക. മൂവിങ് കാരിയർ ഗ്യാസിനകത്തേക്ക് നമ്മുടെ സാമ്പിൾ മിക്സ്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അപ്പം ഈ സാമ്പിൾ മിക്സ്ചർ മൂവിങ് കാരിയർ ഗ്യാസിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. എന്നിട്ട് ഈ മിക്സ്ചറിനെ GLC കോളത്തിലൂടെ നമ്മൾ സ്റ്റേഷനറി ഫേസ് ഫില്ല് ചെയ്ത് വെച്ചേക്കുന്ന കോളത്തിനകത്തൂടെ പാസ് ചെയ്യുക. ഇങ്ങനെ പാസ് ചെയ്യുമ്പം എന്ത് പറ്റും? ഓരോ കോൺസ്റ്റിറ്റ്യുവൻസും, ചില കോൺസ്റ്റിറ്റ്യുവൻസ്
നമ്മുടെ വോളറ്റൈൽ ലിക്വിഡിനകത്തേക്കാണ് കൂടുതലായിട്ടും അബ്സോർബ് ചെയ്യുന്നത്. അതായത് ചില കോൺസ്റ്റിറ്റ്യുവൻസ് നമ്മുടെ നോൺ വോളറ്റൈൽ ലിക്വിഡിനകത്തേക്ക് കൂടുതൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു ടൈപ്സ് ഓഫ് ക്രൊമാറ്റോഗ്രഫിയിൽ കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ കാരണം ചിലത് കൂടുതൽ നോൺ വോളറ്റൈൽ ലിക്വിഡിനകത്തേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും. അങ്ങനെ കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ട്രിബ്യൂഷനിലുള്ള വ്യത്യാസം കാരണം അല്ലെങ്കിൽ പാർട്ടീഷൻ ഡിഫറൻസ് കാരണം, ഇപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ട്രിബ്യൂഷനിലെ വ്യത്യാസം കാരണം കോൺസ്റ്റിറ്റ്യുവൻസ് പാർട്ടീഷൻ ചെയ്യപ്പെടും. അവിടെ പാർട്ടീഷൻ പ്രോസസ്സാണ് നടക്കുന്നത്. അപ്പോൾ എന്നാ പറ്റും, ഈ മൊബൈൽ ഗ്യാസ് ഫേസിലും അതുപോലെ ലിക്വിഡിലുമായിട്ട് കോൺസ്റ്റിറ്റ്യുവൻസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും. ആ ഡിസ്ട്രിബ്യൂഷൻ പലതിനും പലതായിരിക്കും. അതായത് ചില മെറ്റീരിയൽസ് ലിക്വിഡിനകത്തേക്ക് കൂടുതൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും. സോ ഡിഫറെൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻസിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ മാറുന്നതനുസരിച്ച് ഇവിടെ കോൺസ്റ്റിറ്റ്യുവൻസിൻ്റെ പാർട്ടീഷനിങ് നടക്കും. പാർട്ടീഷനിങ് നടന്നിട്ട് കോൺസ്റ്റിറ്റ്യുവൻസ് സെപ്പറേറ്റ് ആവും. ഇനി എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കോളത്തിൻ്റെ മറ്റേ എൻഡിൽ, അതായത് ഇത് തിരിച്ച് നമ്മൾ ഈ കോളത്തിനകത്തൂടെ പാസ് ചെയ്യിച്ചത് കോളത്തിൻ്റെ മറ്റേ എൻഡിൽ കൂടെ വെളിയിലേക്ക് വരും. കോളത്തിൻ്റെ മറ്റേ എൻഡിൽ എന്തുണ്ട്? കോളത്തിൻ്റെ മറ്റേ എൻഡിലൊരു ഡിറ്റക്ടറുണ്ട്. അതായത് സെപ്പറേഷൻ കോളത്തിൻ്റെ എക്സിറ്റിൽ ഒരു ഡിറ്റക്ടർ കാണും. ഈ ഡിറ്റക്ടറാണ് വരുന്ന കോൺസ്റ്റിറ്റ്യുവൻസിനെ സെൻസ് ചെയ്യുകയും മെഷർ ചെയ്യുകയും ചെയ്യുന്നത്. സോ നമ്മുടെ കോളത്തിൻ്റെ എക്സിറ്റ് വരുന്നിടത്ത് ഒരു ഡിറ്റക്ടറുണ്ട്. ഈ ഡിറ്റക്ടറാണ് ഓരോ കോമ്പോണൻസിനെയും സെൻസ് ചെയ്യുകയും മെഷർ ചെയ്യുകയും ചെയ്യുന്നത്. സെപ്പറേറ്റഡ് കോമ്പോണൻസിനെ സെൻസ് ചെയ്യുകയും മെഷർ ചെയ്യുകയും ചെയ്യാനായിട്ട് കോളത്തിൻ്റെ മറ്റേ എൻഡിൽ ആരുണ്ട്? ഒരു ഡിറ്റക്ടറുണ്ട്. ഈ ഡിറ്റക്ടർ എന്ന് പറയുന്നത് തെർമൽ കണ്ടക്ടിവിറ്റി ഡിറ്റക്ടർ ആവാം, വീസ്റ്റൺ ബ്രിഡ്ജ് ഡിറ്റക്ടർ ആവാം, അതുപോലെ ഫ്ലെയിം അയണൈസേഷൻ ഡിറ്റക്ടർ ആവാം, ഏത് വേണേലും ആവാം. അപ്പോൾ ഡിറ്റക്ടർ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ തെർമൽ കണ്ടക്ടിവിറ്റി ഡിറ്റക്ടർ ആയിരിക്കും, അല്ലെങ്കിൽ വീസ്റ്റൺ ബ്രിഡ്ജ് സർക്യൂട്ട് ആയിരിക്കും, അല്ലെങ്കിൽ ഫ്ലെയിം അയണൈസേഷൻ ഡിറ്റക്ടർ. ഇതിൽ ഏത് ഡിറ്റക്ടർ വേണമെങ്കിലും ആകാം. അപ്പോൾ ഈ ഡിറ്റക്ടർ വെച്ചിട്ടാണ് നമ്മൾ കോമ്പോണൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഈ ഡിറ്റക്ടറിൻ്റെ കൂടെ തന്നെ ഒരു സ്ട്രിപ്പ് ചാർട്ട് റെക്കോർഡർ കാണും. ഡിറ്റക്ടറിൻ്റെ കൂടെ ആരുണ്ട്? സ്ട്രിപ്പ് ചാർട്ട് റെക്കോർഡറുണ്ട്. ഈ സ്ട്രിപ്പ് ചാർട്ട് റെക്കോർഡറിൽ ഓരോ കോമ്പോണൻസിൻ്റെയും പീക്ക് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ പീക്കിൻ്റെ സൈസ് എന്താ കാണിക്കുന്നത്? ഈ പീക്കിൻ്റെ സൈസ് കാണിക്കുന്നത് എന്തുമാത്രം ആ കോമ്പൗണ്ട് എന്തുമാത്രം ഈ മിക്സ്ചറിൽ ഉണ്ടായിരുന്നു എന്നാണ് കാണിക്കുന്നത്. സോ ഡിറ്റക്ടറിൻ്റെ കൂടെ സ്ട്രിപ്പ് ചാർട്ട് റെക്കോർഡർ ഉണ്ട്. സ്ട്രിപ്പ് ചാർട്ട് റെക്കോർഡറിനകത്ത് പീക്ക് എന്താ കാണിക്കുന്നത്? പീക്ക് കാണിക്കുന്നത് ആ കോമ്പോണൻറ്റ് എന്തുമാത്രം ഈ മിക്സ്ചറിൽ ഉണ്ടായിരുന്നു, എമൗണ്ട് ഓഫ് കോമ്പോണൻറ്റ് ഇൻ ദ മിക്സ്ചറാണ് സൈസ് ഓഫ് ദി പീക്ക് കാണിക്കുന്നത്. ഇനി സ്ട്രിപ്പ് ചാർട്ട് റെക്കോർഡറിൽ ലൊക്കേഷൻ കാണിക്കുന്നത് എന്താ? ലൊക്കേഷൻ ആ കോമ്പോണൻറ്റിൻ്റെ നേച്ചറാണ് കാണിക്കുന്നത്. ലൊക്കേഷൻ കാണിക്കുന്നത് ആ കോമ്പോണൻറ്റിൻ്റെ നേച്ചറാണ് കാണിക്കുന്നത്. സോ ഇത്രയുമാണ് നമുക്ക് ഗ്യാസ് ക്രൊമാറ്റോഗ്രഫി നോക്കാനുള്ളത്. ഓർത്തിരിക്കേണ്ട കാര്യം, ഗ്യാസ് സോളിഡ് ക്രൊമാറ്റോഗ്രഫി ആണെങ്കിൽ അവിടെ അഡ്സോർപ്ഷനാണ് നടക്കുന്നത്. ഗ്യാസ് ലിക്വിഡ് ക്രൊമാറ്റോഗ്രഫി ആണെങ്കിൽ അവിടെ പാർട്ടീഷനാണ് നടക്കുന്നതെന്ന് ഓർത്തിരിക്കുക. താങ്ക്